ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവകരുണ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ലോകം മുഴുവനും ലഭിക്കുവാനുള്ള വളരെ നല്ല ഒരു മാർഗമാണ് കർത്താവിനെ നല്ല ഇടയനായി സ്വീകരിക്കുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ കർത്താവ് ഒരു നല്ല ഇടയനായി മാറിയാൽ എനിക്കൊന്നിനും ഒരു കുറവും വരില്ല. ദൈവകരുണയ്ക്കുള്ള യോഗ്യത അതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 3:15. യേശുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പ്രേമത്തിൽ വീണിട്ടുള്ളവർക്കറിയാം, ആരെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പൂജിച്ചാൽ അതിൻ്റെ ശക്തി എത്ര വലുതാണെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക. പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷകനായി കർത്താവായി നല്ല ഇടയനായിട്ട് കർത്താവ് മാറിയാൽ നമ്മുടെ കുടുംബത്തിനോ ഈ ലോകത്തിനോ ദൈവകരുണയ്ക്ക് ഒരു കുറവും വരില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. സങ്കീർത്തനം 23 കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഇതിലെ വചനങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതുമാണ്. സങ്കീർത്തനം 23:1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, അതുകൊണ്ട് എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. ദൈവകരുണയുടെ കുറവ് വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിനെ എൻ്റെ നല്ല ഇടയനായിട്ട് ഞാൻ അംഗീകരിക്കുക എന്നുള്ളത്. 23-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട്, അവിടുത്തെ നന്മയും കരുണയും എന്നെ അനുഗമിക്കും. എപ്പോഴാണ്? യേശു എൻ്റെ നല്ല ഇടയനായി മാറുമ്പോൾ. യേശുവിൻ്റെ ആ ഒരു ഇടയൻ്റെ കീഴിൽ ഒരു നല്ല ആടിനെ പോലെ എനിക്ക് പെരുമാറാൻ പറ്റുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നന്മയും കരുണയും എന്നെ അനുഗമിക്കും. സങ്കീർത്തനം 28:7-ാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ ശക്തിയും എൻ്റെ പരിചയമാണ്. കർത്താവ് എൻ്റെ നല്ല ഇടയനായാൽ കർത്താവായിരിക്കും എൻ്റെ ശക്തി, എൻ്റെ പരിച. എനിക്ക് സഹായം ലഭിക്കുന്നു എന്ന് ഈ സങ്കീർത്തകൻ വിളിച്ച് പറയുകയാണ്. ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൽ നിന്ന് നിരന്തരം നമുക്ക് സഹായം ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, യേശു നമ്മുടെ ഇടയനും നാം അവിടുത്തെ ആടുകളുമാണെങ്കിൽ എന്ത് സംഭവിക്കും? എപ്പോഴാണ് ഈ ഒരു ബന്ധം നമുക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് പറയാൻ പറ്റുക? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം. യോഹന്നാൻ 10:16 പറയുന്നുണ്ട്, ആടുകൾ ഇടയന്റെ സ്വരം ശ്രവിക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്വരം ശ്രവിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരാണോ? യേശുവിൻ്റെ നിർദ്ദേശങ്ങൾ എടുത്ത് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നവരാണോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഈ യേശുവിൻ്റെ നല്ല ആടുകളായിട്ട് നമുക്ക് നമ്മളെ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആടുകൾ ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ, നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ ഉപമ, നഷ്ടപ്പെട്ട മകൻ ധൂർത്തപുത്രൻ്റെ ഉപമ. ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ ആട് നഷ്ടപ്പെടാനുള്ള കാരണം, ഈ ആട് കൂട്ടം വിടാനുള്ള കാരണം ഈ ആടിൻ്റെ അറിവില്ലായ്മയാണ്. ഞാൻ ഇതിൻ്റെ ഈ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ രീതിയിൽ പോകാൻ പറ്റില്ല എന്ന ചിന്ത. കൂട്ടത്തിലാണ് സുരക്ഷിതത്വമുള്ളത്, ഇടയൻ കൂടെ ഉള്ളപ്പോഴാണ് സുരക്ഷിതത്വമുള്ളത് എന്ന് ചിന്തിക്കാൻ ഈ ആടിന് പറ്റാതെ പോയി. ഇങ്ങനെ ദൈവത്തിൻ്റെ കരത്തിന് കീഴെ നിൽക്കാതെ അവിടെ നിന്ന് അകന്നു പോകുന്നവർ, ദൈവകൃപയിൽ അഭയം പ്രാപിക്കാതെ
അവിടെ നിന്ന് അകന്നു പോകുന്നവര്, അങ്ങനെ പോകുന്നവര് അറിവില്ലാത്തവരാണ്. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരാണ് പാപത്തിൻ്റെ നൈമിഷിക സുഖത്തിന് വേണ്ടി ആ കർത്താവിൻ്റെ കരത്തിന് കീഴിൽ നിൽക്കുന്നതിന് പകരം അവിടെ നിന്ന് അകന്നു പോകുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു നല്ല ഇടയനായി. ഈ നല്ല ഇടയനിൽ നിന്നും നമുക്ക് വേണ്ടിടത്തോളം സംരക്ഷണം ലഭിക്കണമെങ്കിൽ, കരുണ ലഭിക്കണമെങ്കിൽ നമ്മൾ നല്ല ആടുകളായിട്ട് മാറണം. മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരോട് നല്ല ഇടയന്മാരാകാൻ സാധിക്കണം. നല്ല ആടുകളാകുന്നത് എപ്പോഴാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നല്ല ഇടയന്മാരായിട്ട് നമുക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കണം. യേശു നമ്മുടെ നല്ല ഇടയനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഒരു നല്ല ഇടയനായി മാറാനുള്ള ദൗത്യം നമുക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ശരിക്കും മറ്റുള്ളവർക്ക് ഒരു നല്ല വാതിലായിട്ട് മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോഴാണ് നമുക്ക് നല്ല ഇടയനായിട്ട് മാറാൻ പറ്റുക. യേശു നമുക്ക് വാതിലായി മാറി. ഒരുപക്ഷെ ഒരു സഹായം സ്വീകരിച്ച് ജീവിതത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു വ്യക്തിക്ക് നമ്മൾ വാതിലായി മാറുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് നമ്മളൊരു വാതിലായി മാറുന്നു. മരണവക്കിൽ എത്തി നിന്നിരുന്ന ഒരു വ്യക്തിക്ക് നമ്മളൊരു വാതിലായിട്ട് മാറുന്നു. നിരാശപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് പ്രത്യാശയുടെ വാതിലായിട്ട് നമ്മൾ മാറുന്നു. ഇങ്ങനെയാണ് ഒരു നല്ല ഇടയനായിട്ട് നമുക്കും മാറാൻ സാധിക്കുക. യോഹന്നാൻ 10:10 പറഞ്ഞിട്ടുണ്ട്, നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ ആടുകൾക്ക് ജീവൻ കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. ആടുകളുടെ ജീവൻ എടുക്കുന്നവനല്ല ആടുകൾക്ക് ജീവൻ കൊടുക്കുന്നത്. സ്വജീവൻ കൊടുത്തുകൊണ്ട് പോലും ആടുകളെ സംരക്ഷിക്കുന്ന, അവർക്ക് ജീവൻ പകരുന്ന ആ വലിയ മനോഭാവം. ഇതാണ് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുക. അതാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. എസെക്കിയേലിന്റെ പുസ്തകം 34-ാം അധ്യായം, എസെക്കിയേൽ 34-ഉം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായവും ഇവ രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കൂട്ടുവചനങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ 2 അധ്യായങ്ങളിൽ കാണുക. എസെക്കിയേൽ 34-ന്റെ 15-16 വചനങ്ങൾ എടുത്താൽ വളരെ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് നല്ല ഇടയരായി മാറാൻ പറ്റുക. ഇവിടെ പറയുന്നുണ്ട്, നല്ല ഇടയൻ എന്ന നിലയ്ക്ക് നമ്മൾ ആടുകളെ മേയ്ക്കുന്നവരായിട്ട് മാറണം. ആടുകളെ ചൂഷണം ചെയ്യുകയോ കൊന്നുതില്ലുകയോ ചെയ്യുന്നവരല്ല, മേയ്ക്കുന്നവരായിട്ട് മാറണം. അവരാണ് നല്ല ഇടയർ. ആടുകളെ മേയ്ക്കണം, ആടുകളെ സംരക്ഷിക്കണം, ആടുകളെ പോറ്റണം, ആടുകൾക്ക് വിശ്രമം നൽകണം. ഇതെല്ലാം ഈ 2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഒരു നല്ല ഇടയന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു നല്ല ഇടയന്റെ ദൗത്യങ്ങൾ ഈ വചനഭാഗം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തണം. ഇത് ഒരു നല്ല ഇടയന്റെ കടമയാണ്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് നഷ്ടമായിരിക്കുന്ന ഒരുപാട് ആത്മാക്കളെ കാണാൻ പറ്റും. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റും. പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റും. അവരെ അന്വേഷിച്ചു പോകണം, അവരെ രക്ഷിക്കണം. അതുകൊണ്ടാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത്. ശുദ്ധീകരണാത്മാക്കൾ ശുദ്ധീകരണം പൂർണ്ണമാക്കി സ്വർഗത്തിൽ എത്താൻ വേണ്ടിയൊക്കെ നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോകണം. രണ്ടാമത്തേത്, വഴി തെറ്റിയതിനെ തിരികെ കൊണ്ടുവരണം. ഇതും ഒരു നല്ല ഇടയന്റെ ദൗത്യമാണ്. വഴി തെറ്റിയതിനെ തിരികെ കൊണ്ടുവരണം. ഒരു കാരണവശാലും മറ്റൊരാൾ ഞാൻ മൂലം വഴി തെറ്റരുത് എന്നും ചിന്തിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. മൂന്നാമത്തെ കാര്യം, മുറിവേറ്റതിനെ വച്ചു കെട്ടണം. നാലാമത്തേത്, ബലഹീനമായതിനെ ശക്തിപ്പെടുത്തണം. നമുക്ക് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല
ഭൂഷണമാകുന്നത് മറ്റുള്ളവരുടെ മുറിവുണക്കുന്നവരായിട്ട് നമ്മൾ മാറണം. മുറിവേറ്റതിനെ വെച്ച് കെട്ടണം. ബലഹീനമായതിനെ ചൂഷണം ചെയ്യാനല്ല നോക്കേണ്ടത്, ശക്തിപ്പെടുത്തണം. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിനോട് സ്നേഹമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അഞ്ചാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നല്ലതിനെ സംരക്ഷിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. മറ്റുള്ളവരിലെ നന്മ അത് നശിപ്പിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, ആ നന്മ സംരക്ഷിക്കാനുള്ള കടമയുള്ളവരാണ് നല്ല ഇടയൻ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ യേശുവിനെ നല്ല ഇടയനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് ഒരു നല്ല ഇടയനായിട്ട് മാറാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ ദൈവകരുണയ്ക്ക് ഒരു കുറവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ആ ഒരു ബോധ്യത്തിൽ ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകളൊന്ന് അടച്ച് കൈകൾ കൂപ്പി ഈ വചന സന്ദേശം ഹൃദയത്തിൽ ഉറപ്പിക്കാം. ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അവിടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേക നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമമാ